അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നെറ്റ്വർക്കിങ്ങിനെ പറ്റിയാണ്. അതിൻ്റെ ബേസിക് അല്ലേ, പിയർ ടു പിയർ നെറ്റ്വർക്കും ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കും വരുന്നുണ്ട്, ആണ് അതിൻ്റെ ബേസ്. അപ്പോൾ രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ നേരിട്ട് പരസ്പരം ബന്ധിപ്പിക്കുന്നതിനാണ് പിയർ ടു പിയർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക്. അതിൽ രണ്ട് കമ്പ്യൂട്ടറിനെ ഫിസിക്കലി രണ്ട് കേബിൾ വഴി ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പിയർ ടു പിയർ കണക്ഷൻ എന്ന് പറയുന്നത്. ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രലായിട്ട് ഒരു സെർവർ കമ്പ്യൂട്ടർ ഉണ്ടാവും. അപ്പോൾ ആ സെർവറിലായിരിക്കും മെയിൻ ഡാറ്റ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത് യൂസർ, നമ്മളെപ്പോലുള്ള, അതായത് ഒരു ഓഫീസിലാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഓഫീസിലുള്ള സ്റ്റാഫുകളൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആയിരിക്കും ക്ലയൻറ്റ് കമ്പ്യൂട്ടർ. ഓക്കെ, അല്ലെങ്കിൽ ക്ലയൻറ്റ് എന്ന് പറയും. അത് ഡെസ്ക്ടോപ്പ് ആവാം, ലാപ്ടോപ്പ് ആവാം, മൊബൈൽ ആവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ അത്തരം യൂസർ ക്ലയൻറ്റുകൾക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടുന്നത് സെർവറിനായിരിക്കും. അപ്പോൾ എല്ലാ ഡാറ്റയും സെർവറിലായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, മെയിനായിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും സെർവർ എന്ന് പറയുന്നത്. അതിന് നല്ല ഹൈ കോൺഫിഗറേഷൻ ആയിരിക്കും, നല്ല ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി ഉണ്ടാവും, നല്ല പ്രോസസ്സിംഗ് സ്പീഡ് ഉണ്ടാവും, നല്ല കൂടുതലായിട്ടുള്ള റാം ഉണ്ടാവും, പിന്നെ നല്ല കൂളിംഗ് സിസ്റ്റവും വെന്റിലേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യും. നല്ല പവർ, നല്ല UPS ബാക്കപ്പ്. ഓക്കെ, കറണ്ടൊന്നും പോകാൻ പാടില്ല സെർവറിൽ. എന്തെങ്കിലും ഡാറ്റ ഒക്കെ കോപ്പി ചെയ്യുമ്പോൾ പവർ ഫെയിൽ ആവാൻ പാടില്ല, പ്രത്യേകിച്ചും സെർവറിൽ. അപ്പോൾ സെർവറും ക്ലയൻറ്റും ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, പിന്നെ പിയർ ടു പിയർ കമ്പ്യൂട്ടർ നേരിട്ടുള്ള ഒരു കണക്ഷൻ. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഉള്ളൊരു താരതമ്യപ്പെടുത്തുന്ന ഒരു പട്ടികയാണ് ഞാൻ നിങ്ങളോട് നോക്കാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങളിൽ എത്ര പേര് നോക്കിയെന്ന് അറിയില്ല. അപ്പോൾ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് ആണെങ്കിൽ അതിനകത്ത് ഒരു മെയിൻ കമ്പ്യൂട്ടർ ഉണ്ടാവും. അതായത് ക്ലയൻറ്റും സെർവറും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കും. ഒരു പെർട്ടിക്കുലർ ഒരു ഹൈ കോൺഫിഗറേഷനുള്ള സിസ്റ്റം ആയിരിക്കും സെർവർ. അതിന് നമ്മൾ സെർവറിന് പ്രത്യേകമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കും. ഇതാണ് സെർവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യും. പക്ഷേ പിയർ ടു പിയർ ആണെങ്കിൽ അതിൽ ഏതാണ് സെർവർ ഏതാണ് ക്ലയൻറ്റ് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതിൽ സെർവർ ക്ലയൻറ്റ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ വേറൊരു കമ്പ്യൂട്ടറായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ പരസ്പരം ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ആർക്കാണോ ആവശ്യം ആ കമ്പ്യൂട്ടർ മറ്റുള്ള കമ്പ്യൂട്ടറിൽ ഫയൽ ചോദിക്കും ഉണ്ടോ എന്നുള്ളത്. ആ ഫയൽ ആ രണ്ടാമത്തെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ ആദ്യത്തെ കമ്പ്യൂട്ടറിന് ഷെയർ ചെയ്യും. അങ്ങനെ ഒരു പരസ്പരമുള്ളൊരു നെറ്റ്വർക്കിംഗ് ആണ് പിയർ ടു പിയർ. അതിൽ ഓരോ കമ്പ്യൂട്ടറും സെർവറായിട്ടും വർക്ക് ചെയ്യും, ക്ലയൻ്റായിട്ടും വർക്ക് ചെയ്യും. ഏതാണ് സെർവർ ഏതാണ് ക്ലയൻറ്റ് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ക്ലയൻറ്റ് സെർവർ മോഡലാണെങ്കിൽ ഫോക്കസ് ഓൺ ഫയൽ ഷെയറിങ്. അതായത് മെയിനായിട്ട് സെർവറിലായിരിക്കും എല്ലാ കോമൺ ഫയലുകളും സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഫയല് മറ്റുള്ള യൂസർക്ക്, അതായത് ക്ലയൻറ്റുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ കമ്പ്യൂട്ടറിനും ഒരുമിച്ച് ഇതിനകത്തോട്ട് റിക്വസ്റ്റ് വരും. ഫയലുകൾ കോപ്പി ചെയ്യാനും ഫയലുകൾ സേവ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള റിക്വസ്റ്റ് വരും സെർവറിലോട്ട്. സെർവർ അതിനനുസരിച്ച്
പ്രതികരിക്കും. ഫയൽ സെൻഡ് ചെയ്യേണ്ടവർക്ക് ഫയൽ സെൻഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഫയൽ സേവ് ചെയ്യേണ്ടവർക്ക് ആ ഫയൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. അങ്ങനെ ഉള്ളൊരു സിസ്റ്റമാണ് സെർവർ ക്ലയൻറ്റ്. അതായത് ഫോക്കസ് ഓൺ ഇൻഫർമേഷൻ ഷെയറിംഗ്, വൈൽ പിയർ ടു പിയർ നെറ്റ്വർക്ക് ഫോക്കസ് ഓൺ കണക്ടിവിറ്റി. പിയർ ടു പിയറിനകത്ത് രണ്ട് നെറ്റ്വർക്ക് തമ്മിൽ കണക്ടിവിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ ഏതാണ് സെർവർ ഏതാണ് ക്ലയൻറ്റ് എന്നുള്ള പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു. കണക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. കണക്ഷൻ ആയി കഴിഞ്ഞാൽ ഓരോ യൂസറിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് ഫയൽ ഷെയർ ചെയ്യാൻ അവർക്ക് സാധിക്കും. മെയിനായിട്ട് അത് കണക്ടിവിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിൽ നേരത്തെ പറഞ്ഞു, ഒരു സെൻട്രലൈസ്ഡ് സെർവർ ഈസ് യൂസ്ഡ് ടു സേവ് അല്ലെങ്കിൽ സ്റ്റോർ ഡാറ്റ. സെൻട്രലൈസ്ഡ് സെർവറിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിനകത്ത്. പിയർ ടു പിയറിനാണെങ്കിൽ ഈച്ച് പിയർ ഹാസ് ഇറ്റ്സ് ഓൺ ഡാറ്റ. അതായത് ഓരോ കമ്പ്യൂട്ടറിനും അതിൻ്റേതായ ഡാറ്റ കീപ്പ് ചെയ്യും. ഇപ്പോൾ വേറൊരു കമ്പ്യൂട്ടറിന് വേണ്ടി ഫയൽ കീപ്പ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഓരോ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ ഡാറ്റയാണോ ഉള്ളത് അത് പരസ്പരം ഷെയർ ചെയ്യുക, അങ്ങനെയുള്ളൂ. അപ്പോൾ അതിൽ ഒരു പിയർ ടു പിയറിനകത്ത് ഒരു കമ്പ്യൂട്ടർ അതാണ് സെർവർ എന്നുള്ള ഒരു വ്യത്യാസമില്ല. ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിൽ സെർവർ റെസ്പോണ്ട് ടു ദ സർവീസസ് വിച്ച് ഈസ് റിക്വസ്റ്റ് ബൈ ക്ലയൻറ്റ്. അതായത് നേരത്തെ പറഞ്ഞു, ഒന്നിൽ കൂടുതൽ ക്ലയൻറ്റുകൾ ഉണ്ടാവും. ആ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റൊക്കെ സെർവർ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫയൽ ഷെയറിങ്, പിന്നെ പ്രിൻ്റ് ഷെയറിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ക്ലയൻറ്റിൽ നിന്നുമുള്ള റിക്വസ്റ്റ് അനുസരിച്ച് സെർവർ റെസ്പോണ്ട് ചെയ്യും. ഇൻ പിയർ ടു പിയർ നെറ്റ്വർക്ക് ഈച്ച് ആൻഡ് എവറി നോഡ് ക്യാൻ ഡു ബോത്ത് റിക്വസ്റ്റ് ആൻഡ് റെസ്പോണ്ട് ടു ദ സർവീസസ്. അതായത് പിയർ ടു പിയറിൽ രണ്ട് കമ്പ്യൂട്ടർ പരസ്പരം ബന്ധിപ്പിച്ചതാണെങ്കിൽ ആദ്യത്തെ കമ്പ്യൂട്ടറിന് രണ്ടാമത്തെ കമ്പ്യൂട്ടറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ആ സമയം തന്നെ രണ്ടാമത്തെ കമ്പ്യൂട്ടർ അതിന് റെസ്പോൺസും കൊടുക്കും. നേരെ തിരിച്ച് രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് ആദ്യത്തെ കമ്പ്യൂട്ടറിലേക്ക് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഈ വരുന്ന ഒരു റിക്വസ്റ്റിനനുസരിച്ച് മറുപടി കൊടുക്കുകയും ചെയ്യും. അതായത് ഫയൽ ഷെയറിങ് എന്ത് റിക്വസ്റ്റാണോ വരുന്നത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. അതായത് രണ്ട് കമ്പ്യൂട്ടറും റിക്വസ്റ്റും ചെയ്യും, രണ്ട് കമ്പ്യൂട്ടറും റെസ്പോണ്ടും ചെയ്യും. അതാണ് പിയർ ടു പിയർ നെറ്റ്വർക്കിൽ വരുന്നത്. ക്ലയൻറ്റ് സെർവറിനകത്ത് ചെലവ് കൂടുതലാണ്. ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് ആർ കോസ്റ്റ്ലിയർ ദാൻ പിയർ ടു പിയർ നെറ്റ്വർക്ക്. അതിൻ്റെ സെറ്റപ്പ് കമ്പോണൻസ്, അതായത് റൗട്ടർ വേണം, ഒരു മെയിൻ സെർവർ സിസ്റ്റം വേണം. ആ സെർവർ സിസ്റ്റത്തിന് നല്ല കോൺഫിഗറേഷൻ ഉള്ള കമ്പ്യൂട്ടർ ആയിരിക്കണം, നല്ല സ്പീഡും നല്ല മെമ്മറിയും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പ്യൂട്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു കമ്പ്യൂട്ടർ സെർവർ ബേസ്ഡ് ആയതുകൊണ്ട് അതിന് വേണ്ട കേബിളുകൾ, അതിനിടയിൽ വരുന്ന സ്വിച്ചുകൾ, ഹബ്ബ്, അങ്ങനെയുള്ള കുറേ കമ്പോണൻസ്, ഡിവൈസുകൾ വരുന്നുണ്ട്, നെറ്റ്വർക്ക് ഡിവൈസുകൾ വരുന്നുണ്ട്. അതൊക്കെ വേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് കൂടുതലാണ്. പിയർ ടു പിയറിനകത്താണെങ്കിൽ കോസ്റ്റ് വളരെ കുറവാണ്. വെറും കേബിൾ മാത്രമേ അതിൽ കാര്യമായിട്ട് വരുന്നുള്ളൂ പിയർ ടു പിയറിനകത്ത്. പിന്നെ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്. കംപ്ലൈൻറ്റുകളൊന്നും അങ്ങനെ കൂടുതലായിട്ട്
വരാനുള്ള പ്രോബ്ലം അല്ല. ഫയൽ ഷെയറിങ്ങിലും സെർവറിനകത്തൊന്നും അങ്ങനെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയില്ല. മോർ സ്റ്റേബിൾ ആണ്. പിയർ ടു പിയറിനകത്താണെങ്കിൽ 2 കമ്പ്യൂട്ടറിൻ്റെ പകരം 3-4 കമ്പ്യൂട്ടർ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അതായത് ഫയല് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ആവാത്ത പ്രശ്നം, സ്ലോ ആവുന്ന പ്രശ്നം, ഫയൽ റിസീവ് ചെയ്യാത്ത പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പിയർ ടു പിയറിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് അത് സ്റ്റേബിൾ അല്ല. ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിനകത്ത് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് ചെറിയ കമ്പനികളിലും വലിയ കമ്പനികളിലും ഒക്കെ യൂസ് ചെയ്യുക. അതായത് ചെറിയ രീതിയിലും ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ വലിയ ഹെവി ആയിട്ടുള്ള ഹൈ ലെവലായിട്ടുള്ള നെറ്റ്വർക്കും ക്ലയൻറ്റ് സെർവർ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ പിയർ ടു പിയർ നെറ്റ്വർക്ക് ആണെങ്കിൽ മാക്സിമം ഒരു 10 കമ്പ്യൂട്ടറൊക്കെയാണ് മാക്സിമം അതിൽ കണക്ട് ചെയ്യും. കൂടുതലും 10-ൽ കുറവാണെങ്കിൽ മാത്രമാണ് ഒരു നല്ല ഒരു മീഡിയം ലെവലിൽ കമ്പ്യൂട്ടറൊക്കെ ഫയൽ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കും പിയർ ടു പിയർ നെറ്റ്വർക്കും തമ്മിലുള്ള വ്യത്യാസം. പിയർ ടു പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കമ്പ്യൂട്ടർ നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. 2 അതോ അതിൽ കൂടുതലോ നേരിട്ട് കേബിൾ വഴി കണക്ട് ചെയ്യിക്കുന്നതാണ്. ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് ആണെങ്കിൽ ഓരോ കമ്പ്യൂട്ടറും ബന്ധിപ്പിച്ചത് ഒരു സെർവറിലേക്കാണ്. ആ സെർവറിൽ നിന്നാണ് മറ്റ് കമ്പ്യൂട്ടറിലേക്കുള്ള കണക്ഷനൊക്കെ പോകുന്നത്. പിന്നെ നെറ്റ്വർക്ക് ടോപ്പോളജി. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് ഈ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഫീൽഡിലാണെങ്കിൽ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡറിൽ കമ്പ്യൂട്ടറിനെ അറേഞ്ച് ചെയ്യുന്നത്. അത് കമ്പ്യൂട്ടറിൻ്റെ എണ്ണത്തിനനുസരിച്ച്, അതുപോലെ തന്നെ നമ്മൾ എത്ര ഏരിയയിലോട്ടാണ് നെറ്റ്വർക്കിംഗ് വേണ്ടത് എന്നതിനൊക്കെ ആശ്രയിച്ച് അത് വ്യത്യാസപ്പെടും. അതായത് നെറ്റ്വർക്ക് അറേഞ്ച്മെൻറ്റ് ഓഫ് കമ്പോണൻസ് ഓർ പാർട്സ് ഇൻ എ സ്പെസിഫിക് വേ ഈസ് കോൾഡ് ടോപ്പോളജി. ഓക്കെ, ഒരു എന്തെങ്കിലും കമ്പോണൻസിനെയും പാർട്സിനെയും പ്രത്യേകമായ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഈ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇൻ നെറ്റ്വർക്ക് ടെക്നോളജീസ് ദ കമ്പോണൻസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് ഓർഡർ ഫോർ സ്മൂത്ത് ഡാറ്റ ഫ്ലോ ഇൻ എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. കമ്പോണൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് റൗട്ടർ, സ്വിച്ച്, കേബിള്, അതുപോലെ തന്നെ സെർവർ, ക്ലയൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നെറ്റ്വർക്ക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഹിയർ ദ കമ്പോണൻസ് മേ ബി ഡിവൈസസ്, വർക്ക് സ്റ്റേഷൻ എക്സെട്ര ദാറ്റ് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് നോഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പോണൻസ്, അതായത് ക്ലയൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു റൗട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നോഡ് എന്നും വേണ്ടി പറയുന്നുണ്ട്. നോഡ്സ്. ഓക്കെ, റൗട്ടറിനൊക്കെ നോഡ്സ് എന്നും പറയുന്നുണ്ട്. അത് ഓരോ എന്താണ് ഈ നെറ്റ്വർക്ക് കമ്പോണൻസിനെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിവൈസിനെ, വർക്ക് സ്റ്റേഷനെയൊക്കെ മൊത്തത്തിൽ നമ്മൾ നോഡായിട്ടും കണക്കാക്കുന്നുണ്ട്. ഒരു നോഡ്. ഓക്കെ, while some are used by commercial establishment and industrial sectors, some are used for schools and household purpose. ഈ നെറ്റ്വർക്ക് ടോപ്പോളജി, ചില ടോപ്പോളജികൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ചിലത് വലിയ കമ്പനികളിലും ഓഫീസുകളിലേക്കൊക്കെ ആയിട്ട്
യൂസ് ചെയ്യുന്ന ടോപ്പോളജിയും ഉണ്ട്. അത് ഒരു യൂസറിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ടോപ്പോളജിയാണ് അതിന് സ്യൂട്ടാവുക നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്, ഏത് ടോപ്പോളജി വേണമെന്നുള്ളത്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ചില ഓഫീസുകളിൽ 2 കമ്പ്യൂട്ടർ മാത്രം ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ നെറ്റ്വർക്ക് മാത്രം മതിയാവും, ഫയൽ ഷെയറിങ് മാത്രം, ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വളരെ മൈക്രോ ടൈപ്പ് നെറ്റ്വർക്കിംഗ് ആണെങ്കിൽ അവർക്ക് പിയർ ടു പിയർ നെറ്റ്വർക്ക് മാത്രം മതിയാവും. അല്ലെങ്കിൽ ഈ ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞൊരു ടോപ്പോളജി ഉണ്ട്, നേരിട്ട് തന്നെയാണ് അതിൽ കണക്ഷൻ വരുന്നത് ലീനിയർ മെത്തേഡിൽ. അപ്പോൾ ആ ബസ് ടോപ്പോളജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ബസ് ടോപ്പോളജിയുടെ ചിത്രം കാണാം. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടില്ല നിങ്ങൾ, ഇതാണ് ബസ് ടോപ്പോളജി അല്ലെങ്കിൽ ലീനിയർ ടോപ്പോളജി എന്നും പറയും. ഓക്കെ, അപ്പോൾ അതിൽ എല്ലാ കമ്പ്യൂട്ടറും ഒരു ബേസ് ലൈനിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. സെൻറ്ററിലൂടെ ഒരു ലൈന് പോകുന്നുണ്ട്, അതിനകത്തോട്ടാണ് എല്ലാ കമ്പ്യൂട്ടറും കണക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ബസ്സിൽ സീറ്റ് അറേഞ്ച് ചെയ്ത പോലെ അല്ലേ. ഓക്കെ, ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ the nodes or components of a system are connected in a linear manner. All nodes are connected to one bus അല്ലെങ്കിൽ cable in which the data runs linearly from the start point to the end point. അതായത് ഈ ഒരു ഡയഗ്രത്തിൽ ഈ കേബിളിൻ്റെ ഒരു സൈഡ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും മറ്റേ സൈഡിൽ ഒരു എൻഡ് പോയിന്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡാറ്റ ഇപ്പോൾ കമ്പ്യൂട്ടർ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് രണ്ടാമത്തെ കമ്പ്യൂട്ടർ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിലോട്ടായിരിക്കും ഡാറ്റ ട്രാൻസ്ഫറിങ് ഉണ്ടാവുക. അപ്പോൾ അതിനകം ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വേണ്ടത് അവർ ആക്സസ് ചെയ്യും. ഓക്കെ, അവർ റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ഇപ്പോൾ മൂന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഒരു ഡാറ്റ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഒന്നാമത്തെ കമ്പ്യൂട്ടറിലേക്ക് ഒരു റിക്വസ്റ്റ് വരുന്നത്. ആ റിക്വസ്റ്റ് ഒന്നാമത്തെ കമ്പ്യൂട്ടർ സ്വീകരിക്കും. അതിനുശേഷം അതിനുള്ള റിപ്ലൈ ഇതേ കേബിൾ വഴി തന്നെ കൊടുക്കും. ഓക്കെ, ആ സമയത്ത് ആ റിപ്ലൈ ഈ മൂന്നാമത്തെ കമ്പ്യൂട്ടർ സ്വീകരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരേ ബസ്സിൽ കൂടെ തന്നെയാണ്, ഒരേ കേബിളിൽ കൂടെ തന്നെയാണ് ഡാറ്റ പോകുന്നതും അതിനുള്ള റിപ്ലൈ കിട്ടുന്നതും. ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നതും അതിനുള്ള റെസ്പോൺസ് കിട്ടുന്നതും ഒരു സിംഗിൾ ബേസ് ലൈൻ ഉണ്ട്, അതുവഴിയാണ്. ഓക്കെ, all the nodes are connected to the one bus in which the data runs linearly from starting point to end point. Terminators are attached at both ends to define the length of the bus. അതായത് ഈ കേബിളിൻ്റെ എൻഡിൽ ഓരോ ടെർമിനേറ്ററുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുവരെയായിരിക്കും ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ആ ഡാറ്റ സ്റ്റോപ്പ് ചെയ്യാം അവിടെ. All the nodes are connected to the bus within the two terminators. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടെർമിനേറ്ററും എൻഡിങ് ടെർമിനേറ്ററും രണ്ട് എൻഡ് പോയിന്റ് ഉണ്ടെന്ന് പറയല്ലേ, ഒരു സ്റ്റാർട്ടിങ്ങിലും ഒന്ന് എൻഡിലും. അപ്പോൾ അതിനിടയിലാണ് എല്ലാ നോഡുകളും അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളും കണക്ട് ചെയ്യുന്നത്. So there is a bi-directional flow of data. അപ്പോൾ ഡാറ്റ സിംഗിൾ ഡയറക്ഷൻ ആയിരിക്കില്ല, ബൈ ഡയറക്ഷണൽ ഡാറ്റ ആയിരിക്കും പോകുന്നത്. ഓക്കെ, കാര്യം ഇപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഫയൽ സെൻഡ് ചെയ്യാണ്. ഇപ്പോൾ ഇത് മൂന്നാമത്തെ കമ്പ്യൂട്ടർ എന്ന് വിചാരിക്കുക, നടുവിലുള്ള ഒരു കമ്പ്യൂട്ടറല്ലേ. ഓക്കെ, അതേ സമയത്ത് തന്നെ താഴെയുള്ള കമ്പ്യൂട്ടർ, ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ മുകളിലുള്ള മറ്റൊരു കമ്പ്യൂട്ടറിന് ഡാറ്റ സ്വീകരിക്കുകയാണെങ്കിൽ ഈ സെൻറ്ററിൽ
രണ്ട് ഡയറക്ഷനിലും ഡാറ്റ ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേബിളിനകത്ത് ബൈ ഡയറക്ഷനിലായിട്ടായിരിക്കും ഡാറ്റ ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, ഒന്നാമത്തെ കമ്പ്യൂട്ടറിന് ഇത് ഒന്നാമത്തെ കമ്പ്യൂട്ടർ. ഓക്കെ, ഇത് ഒന്നാമത്തെ കമ്പ്യൂട്ടർ. ഈ ഒരു റൗണ്ട് അടിച്ച് കാണിക്കുന്നത് രണ്ടാമത്തെ കമ്പ്യൂട്ടർ. ഇത് താഴെ മൂന്നാമത്തെ കമ്പ്യൂട്ടർ, മുകൾ ഭാഗത്ത് നാലാമത്തെ കമ്പ്യൂട്ടർ. അപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ നിന്ന് നാലാമത്തെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഫ്ലോ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് 1 നിന്ന് 4 ഒരു റിക്വസ്റ്റ് പോകും. റിക്വസ്റ്റ് പോയതിന് ശേഷം അവിടെ നിന്നൊരു റിട്ടേൺ ഒരു റെസ്പോൺസ് തിരിച്ചും വരും അല്ലേ? അങ്ങനെയാണ് ഫയൽ കോപ്പിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേ സമയത്ത് ഈ മൂന്നാമത്തെ കമ്പ്യൂട്ടറും രണ്ടാമത്തെ കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ സെൻട്രലിൽ വരുന്ന ഭാഗത്ത് ഡാറ്റ കൊളിഷൻ എന്ന് പറയും. ഡാറ്റ കൊളിഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഡാറ്റ കൂട്ടിമുട്ടും. ബൈ ഡയറക്ഷനിലാകുന്ന സമയത്ത് ഡാറ്റ കൂട്ടിമുട്ടും. അപ്പോൾ ട്രാഫിക് ജാം ഉണ്ടാവും, ഡാറ്റ ജാം ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ വീഡിയോ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഒന്നാമത്തെ കമ്പ്യൂട്ടറും നാലാമത്തെ കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അതേ സമയത്ത് തന്നെ രണ്ടാമത്തേതും മൂന്നാമത്തേതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ സെൻറ്ററിൽ ഈ കേബിളിനകത്ത് ഈ ഡാറ്റ തമ്മിൽ കൊളിഷൻ നടക്കും. ഡാറ്റ കൊളിഷൻ എന്ന് പറയും അതിന്. ഓക്കെ, ആ സമയത്ത് ഡാറ്റ ട്രാഫിക് സ്ലോ ആവും. All nodes are connected in the bus within 2 terminator. So there is a bidirectional flow of data. This topology is generally not used much today due to these disadvantages that seems to have poor impact on the performance. ഈ ടൈപ്പ് നെറ്റ്വർക്ക്, അതായത് ബസ് ടോപ്പോളജി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഡാറ്റ കൊളിഷനും പിന്നെ എന്തെങ്കിലും ഒരു ലൈനിൽ, ഇതൊരു ബേസ് ലൈനിന് കംപ്ലൈൻറ്റ് വന്നാൽ കംപ്ലൈൻറ്റ് റേഷ്യോ കൂടുതലാണ്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം നമുക്ക്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ the arrangement of bus topology is very simple and direct. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യാനൊക്കെ സിമ്പിളാണ്. നേരിട്ട് വയറ് ഒരു ബേസ് ലൈൻ അല്ലെങ്കിൽ ഈ ബസ് എന്ന് പറയുന്ന ബേസ് ലൈന്, ബേസ് ബോൺ എന്ന് പറയും, അതിനകത്തോട്ട് നേരിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സിമ്പിളാണ് കണക്ട് ചെയ്യാൻ. Since only one transmission medium is used, the data is easily accessible. ഒരു ട്രാൻസ്മിഷൻ മീഡിയം, അതായത് ഒരു കേബിൾ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ബേസ് ബോണായിട്ട്. ഓക്കെ, ബേസ് ലൈനായിട്ട്. അപ്പോൾ ഡാറ്റ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സിംഗിൾ കമ്പ്യൂട്ടർ തമ്മിലാണ്, അതായത് 2 കമ്പ്യൂട്ടർ തമ്മിൽ മാത്രമാണ് ഒരു സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഡാറ്റ ഈസിലി ആക്സസിബിൾ ആണ്. ഡ്യൂ ടു ഇറ്റ്സ് സിമ്പിൾ ആർക്കിടെക്ചർ, ദ എക്സ്പാൻഷൻ ഓഫ് ബസ് ടോപ്പോളജി ബിക്കംസ് ഈസിയർ. ഓക്കെ, ഇത് ഒന്നിൽ കൂടുതൽ ഒരു എക്സ്ട്രാ കമ്പ്യൂട്ടർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ബേസ് ലൈനിലോട്ട് ഒരു കമ്പ്യൂട്ടർ കൂടെ എക്സ്ട്രാ കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എക്സ്റ്റൻഷൻ വളരെ ഈസിയാണ്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബസ് ടോപ്പോളജി. സിൻസ് എ സിംഗിൾ കേബിൾ ഈസ് യൂസ്ഡ് when 2 workstations send data simultaneously, they may hit one another. This leads to
an increase in network traffic. അപ്പോൾ ഒരു സമയം ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഒരു സമയം ഒന്നിൽ കൂടുതൽ എന്നല്ല, രണ്ടോ അതിൽ കൂടുതലോ വർക്ക് സ്റ്റേഷൻ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നെറ്റ്വർക്ക് ട്രാഫിക് ഉണ്ടാവും. അതായത് ഓരോ കമ്പ്യൂട്ടറിന് മറ്റുള്ളൊരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടുന്ന് തിരിച്ചിങ്ങോട്ടൊരു റിപ്ലൈ സെൻഡ് ചെയ്യും. അതേപോലെ തന്നെ രണ്ടാമത്തെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൂന്നാമത്തെ കമ്പ്യൂട്ടറും നാലാമത്തെ കമ്പ്യൂട്ടറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു റിക്വസ്റ്റും റെസ്പോൺസും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തുള്ള ഡാറ്റ കൊളൈഡ് ചെയ്യും, ഹിറ്റ് ചെയ്യും. അപ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക്, അതിനകത്ത് ഡാറ്റ ഫ്ലോ സ്ലോ ആയിരിക്കും. അത് നമ്മളൊരു വൺ വേ റോഡിലൂടെ രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുന്ന കാര്യം ആലോചിച്ചാൽ മതി. ഓക്കെ, അതാണ് ഈ ബസ് ടോപ്പോളജിയിൽ രണ്ടിൽ കൂടുതൽ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാം. ആഡിങ് എ ന്യൂ ഡിവൈസ് ആൻഡ് കമ്പോണൻസ് മേ സ്ലോ ഡൗൺ ദ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്. അപ്പോൾ കൂടുതൽ കമ്പ്യൂട്ടർ ആഡ് ചെയ്താൽ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് വളരെ കുറയും. അതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ്. അതെല്ലാത്തിലും ബാധകമായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അപ്പോൾ കൂടുതൽ കമ്പ്യൂട്ടർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കുറയും. ഡ്യൂറിങ് ഡാറ്റ ട്രാൻസ്ഫർ the data has to pass through all the workstation between the source computer and destination computer. അപ്പോൾ ഫയൽ സെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ, ഡാറ്റ ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ ഈ ബസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഫസ്റ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് ലാസ്റ്റ് കമ്പ്യൂട്ടറിലേക്കുള്ള ഒരു ഡാറ്റ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനിടയിലുള്ള മറ്റ് കമ്പ്യൂട്ടറുകൾക്കും ഈ ഡാറ്റയിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്യൂരിറ്റി കുറവാണ്. ബസ് ടോപ്പോളജിയിൽ ഡാറ്റ സെക്യൂരിറ്റി കുറവാണ്. അതായത് ഡ്യൂറിങ് ദ ഡാറ്റ ട്രാൻസ്ഫർ ദ ഡാറ്റ ഹാസ് ടു പാസ് ത്രൂ ഓൾ ദ വർക്ക് സ്റ്റേഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ. അല്ലേ, ഡാറ്റ സെൻഡ് ചെയ്യുന്നതിൻ്റെയും ഡാറ്റ റിസീവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ കമ്പ്യൂട്ടറുകളും ഉള്ളതാണ്. അപ്പോൾ അതിന് ഡാറ്റ സെക്യൂരിറ്റിക്ക് റിസ്ക് ആണത്. ഫയൽ സേഫ് ആയിരിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല. ഇനി റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണുക, ചിത്രം. ഈ ഒരു ടോപ്പോളജിയാണ് റിംഗ് ടോപ്പോളജി. ഇതിനകത്ത് ശരിക്കും ഒരു ബസ് ടോപ്പോളജി പോലെ തന്നെയാണ് ഏതാണ്ട്. പക്ഷേ ഇതിൽ എൻഡ് പോയിന്റ് ഇല്ല, ബിഗിനിങ് പോയിന്റും ഇല്ല. അതായത് എൻഡും ബിഗിനും തമ്മിൽ ജോയിൻറ്റഡ് ആണ്. അങ്ങനെയാണ് ഒരു റിംഗ് ആയിട്ട് ഇത് മാറുന്നത്, റിംഗ് ബസ് എന്ന് പറയുന്നത്. ഡാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞു, ബസ് ടോപ്പോളജിയിൽ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഡാറ്റ ഫ്ലോ ചെയ്യുകയാണ്. ഓക്കെ, അവിടുന്ന് ലാസ്റ്റിലുള്ള കമ്പ്യൂട്ടറെ ഒന്നാമത്തെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ച് ഈ രണ്ടാമത്തെ, അതായത് വീണ്ടും ഒന്നാമത്തെ ലൈനിലേക്ക് അതേ കേബിളിലൂടെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിൽ വരണം. അല്ലേ, സെൻഡ് ചെയ്യുന്ന ഡയറക്ഷനിലല്ല, റിവേഴ്സ് ഡയറക്ഷനിൽ വരണം. അതുകൊണ്ടാണ് ഇതിനകത്ത് ബൈ ഡയറക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ റിംഗ് ടോപ്പോളജി ആണെങ്കിൽ ഇതിൻ്റെ രണ്ട് എൻഡും തമ്മിൽ ബെൻഡ് ചെയ്തിട്ട് യോജിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഈ റിംഗ് ടോപ്പോളജി.
A ring topology is a network configuration where device connections create a circular data path. Okay, a ring topology is a network configuration where device connections create a circular data path. Okay, each network device is connected to two others. Okay, ഓരോ കമ്പ്യൂട്ടറും മറ്റ് രണ്ട് കമ്പ്യൂട്ടറായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ലൈക്ക് പോയിന്റ്സ് ഓൺ എ സർക്കിൾ. അപ്പോൾ റിംഗ് ടോപ്പോളജിയിൽ ഇത് ഓരോ ടോപ്പോളജിൻ്റെയും ഡെഫിനേഷൻ ഏതാണ്ട് പഠിച്ചു വെക്കണം കേട്ടോ. എ റിംഗ് ടോപ്പോളജി ഈസ് എ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ where device connected create a circular data path. Each networked device is connected to two others like points on a circle. Ring topology is a special kind of bus topology. ഒരു പ്രത്യേക തരത്തിലുള്ള ബസ് ടോപ്പോളജി ആയിട്ട് റിംഗ് ടോപ്പോളജിനെ കാണാം. ഇറ്റ് ഈസ് എ ലീനിയർ ടോപ്പോളജി ഇൻ വിച്ച് both ends are joined together and form a ring topology. അതായത് ഈ റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ടോപ്പോളജിയാണ്, പക്ഷേ അതിൻ്റെ ബോത്ത് എൻഡ് രണ്ട് എൻഡും തമ്മിൽ യോജിപ്പിച്ച് ഒരു റിംഗ് ടോപ്പോളജി ആക്കിയിട്ട് മാറ്റിയതാണ്. ഓക്കെ, ഒരു ലീനിയർ ടോപ്പോളജി വിത്ത് ബോത്ത് എൻഡ് ജോയിൻഡ് ടുഗദർ, അങ്ങനെയാണ് ഒരു റിംഗ് ടോപ്പോളജി ക്രിയേറ്റ് ചെയ്യുന്നത്. ദസ് നോ ടെർമിനേറ്റേഴ്സ് ആർ യൂസ്ഡ് ആൻഡ് ദ ഡാറ്റ ഫ്ലോ ഈസ് യൂണിഡയറക്ഷണൽ. അപ്പോൾ ഇതിനകത്ത് ടെർമിനേറ്റേഴ്സ് വരുന്നില്ല. അതായത് ഈ കേബിളിൽ ഒരു ബിഗിനിങ് പോയിന്റും ഒരു എൻഡ് പോയിന്റ് എന്നും പറഞ്ഞ ഓപ്ഷൻ ഇല്ല. ഡാറ്റ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ എന്ന് പറയാൻ പറ്റില്ല റിംഗ് ടോപ്പോളജിയിൽ. എല്ലാത്തിനും റിംഗ് രൂപത്തിലായതുകൊണ്ട് എല്ലാം ഒന്നാണ്, എല്ലാം ലാസ്റ്റാണ് അല്ലേ. അപ്പോൾ സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കൺസിഡർ ചെയ്തു, അതിൽ നിന്ന് ഇപ്പോൾ ഒരു അഞ്ചാമത്തെ കമ്പ്യൂട്ടറിലോട്ട് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ അഞ്ചാമത്തെ കമ്പ്യൂട്ടർ ഡാറ്റ റിസീവ് ചെയ്യും അല്ലേ, ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്യും. അതിനുശേഷം റെസ്പോൺസ് കൊടുക്കുന്നത് റിവേഴ്സ് ഡയറക്ഷനിൽ പോയിട്ടല്ല, വീണ്ടും അതേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ, അതായത് ഫസ്റ്റ് സെൻഡ് ചെയ്ത കമ്പ്യൂട്ടറിലേക്ക് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് ക്ലോക്കിലെ സൂചി തിരിയുന്ന പോലെ തന്നെ ഇതിന് ഡാറ്റ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റിവേഴ്സായിട്ട് ഡാറ്റ ഫ്ലോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ റിംഗ് ടോപ്പോളജിയിൽ. Thus no terminators are used and data flow is unidirectional. Due to this, for the data to reach from the first node to the last, it has to traverse through all the nodes. ഇപ്പോൾ സപ്പോസ് ഇതിപ്പോൾ ഒന്നാമത്തെ നോഡായിട്ട് കണക്കാക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് തൊട്ടിപ്പുറം താഴെ കാണുന്ന കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ നോഡും പാസ് ചെയ്തിട്ട് വേണം ഈ തൊട്ടിപ്പുറമുള്ള കമ്പ്യൂട്ടറിലേക്ക്, അതായത് ലാസ്റ്റുള്ള കമ്പ്യൂട്ടറിലോട്ട് ആക്സസ് ചെയ്യാൻ. അതേസമയം ഈ ലാസ്റ്റുള്ള കമ്പ്യൂട്ടറിന് ഫസ്റ്റുള്ള കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ചെയ്യാൻ വളരെ തൊട്ടടുത്ത് തന്നെയാണ് കാണുന്നത്. സിൻസ് ദ കണക്ഷൻ ഓഫ് നോഡ്സ് ഈസ് കണ്ടിന്യൂസ്, ഡാറ്റ ഫ്ലോ indefinitely throughout the topology until one node removes it. ഡാറ്റ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് സെൻറ്ററിൽ ബ്രേക്കൊന്നും ആവില്ല. അപ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഈ റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഈ ബസ് ടോപ്പോളജീൻ്റെ
ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ എന്താണ്, ബിഗിനിങ് പോയിന്റും എൻഡ് പോയിന്റും ഇല്ല. പകരം അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഒരു സർക്കിൾ ലൂപ്പായിട്ട് മാറ്റിയതാണ്. അതുകൊണ്ട് തന്നെ റിംഗ് ടോപ്പോളജിയിൽ ടെർമിനേറ്റർ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റിംഗ് ടോപ്പോളജിയിൽ ഡാറ്റ ഫ്ലോ യൂണി ഡയറക്ഷണൽ ആയിരിക്കും. ബസ് ടോപ്പോളജിയിൽ ഡാറ്റ ബൈ ഡയറക്ഷനിലാണ്, രണ്ട് ഭാഗത്തേക്കും ഡാറ്റ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ കൊളീഷനും നെറ്റ്വർക്ക് ട്രാഫിക്കിനും സാധ്യതയുണ്ട്. പക്ഷേ റിംഗ് ടോപ്പോളജിയിൽ നെറ്റ്വർക്ക് ട്രാഫിക് മറ്റതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അഡ്വാൻറ്റേജസ് നോക്കാം. ലൈക്ക് ലീനിയർ ടോപ്പോളജി അല്ലെങ്കിൽ ബസ് ടോപ്പോളജി, the structure and arrangement of node is very simple. Okay, അറേഞ്ച്മെന്റ് ഒക്കെ സെയിം ആണ്. ബസ് ടോപ്പോളജി പോലെ തന്നെ സിമ്പിൾ എഫർട്ടാണ് വരുന്നത്, സെയിം എഫർട്ടാണ് വരുന്നത്. Due to its compact architecture, the configuration of nodes becomes easier. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്ത് പറ്റി സഹ്വ? കേൾക്കുന്നില്ലേ? ഡാറ്റ ട്രാൻസ്ഫർ യൂണി ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നോ കൊളീഷൻ ഓഫ് ഡാറ്റ പാക്സ്. റിംഗ് ടോപ്പോളജിയിൽ ഡാറ്റ ഫ്ലോ ഒരേ ഡയറക്ഷനിലായിരിക്കും പോവുക. അതായത് നമ്മൾ ഒന്നിന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിന് ലാസ്റ്റ് നിന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ കണക്കാക്കുകയാണെങ്കിൽ അതിലോട്ട് എത്താൻ ഈ ഫുള്ള് കമ്പ്യൂട്ടർ പാസ് ചെയ്യണം. അത് ഒരേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഡാറ്റ ഫ്ലോ ചെയ്യുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ലാസ്റ്റ് കമ്പ്യൂട്ടറിന് ഫസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് വരാൻ റിവേഴ്സ് ആയിട്ട് വരേണ്ട ആവശ്യമില്ല. നേരിട്ട് ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് വരാൻ പറ്റും. കാരണം രണ്ട് എൻഡും ജോയിൻ ചെയ്തത് കൊണ്ട് ഈസി പാത്തായിരിക്കും ലാസ്റ്റ് കമ്പ്യൂട്ടറിന് ഫസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക്. ആ ഒരു റിംഗ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതിനകത്ത് ഡാറ്റ റിവേഴ്സ് ആയിട്ട് പോയിട്ട് ഡാറ്റ കൊളീഷൻ നടക്കുന്നില്ല. ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് ഈസ് ഹയർ. ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കൂടാൻ കാരണം എന്താണ്? ഡാറ്റ കൊളീഷൻ ഇതിനകത്ത് നടക്കുന്നില്ല. അതായത് യൂണി ഡയറക്ഷണൽ ആയതുകൊണ്ട് കൊളീഷൻ നടക്കാത്തത് കൊണ്ടും ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് ബസ് ടോപ്പോളജിയെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഓക്കെ, ഇത് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ഓരോ പ്രീവിയസ് ടോപ്പോളജിയെയും കമ്പയർ ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നത്. ഇപ്പോൾ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Disadvantages of ring topology. Since the nodes are connected in a loop, unpredictable troubleshooting problems may appear. ഒരു ലൂപ്പായിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കണക്ഷനോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പ്രിഡിക്റ്റ് ചെയ്യാൻ, അത് എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. To repair or fix one crashed node, the whole system has to be taken down. അത് ബസ് ടോപ്പോളജിയിലും സെയിം തന്നെയാണ് വരുന്നത്. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ചിലപ്പോൾ ആ നെറ്റ്വർക്ക് മൊത്തം ഡൗൺ ആവും. കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് നെറ്റ്വർക്കിൽ സ്റ്റോപ്പ് ആവും. അത് ബസ് ടോപ്പോളജിയിലും റിംഗിലും സെയിം ആണ് വരുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഷട്ട് ഡൗൺ വൺ നോഡ് ആൻഡ് കീപ്പ് ദ റെസ്റ്റ് ഓഫ് ദ സിസ്റ്റം ഫങ്ഷണൽ. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഒരു നോഡ് മാത്രം ഓഫാക്കിയിട്ടിട്ട് മറ്റേത് റൺ ചെയ്യിക്കാൻ പ്രയാസമാണ്.
Like a linear topology, adding new devices and components may slow down data transfer rate. കൂടുതൽ കമ്പോണൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഡാറ്റ ട്രാൻസ്ഫർ സ്ലോ ആവും. അത് ബസ് ടോപ്പോളജിയിലും റിംഗ് ടോപ്പോളജിയിലും സെയിം ആണ്. ഇനി വരുന്നത് മെഷ് ടോപ്പോളജി. ഇപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, ബസ്സും റിങ്ങും അല്ലേ. റിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു റൗണ്ട് ആയിട്ടുള്ളത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ സെൻറ്ററിൽ വേറെ ഡിവൈസ് ഒന്നുമില്ല കേട്ടോ. അത് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇനി നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. അതും കാഴ്ചയിൽ ഏതാണ്ട് റിങ് പോലെയൊക്കെ തോന്നും നിങ്ങൾക്ക്. കാരണം സെൻറ്ററിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു റൗട്ടറോ എന്തെങ്കിലും വരും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരേ കേബിൾ അല്ലെങ്കിൽ ഒരു പാത്ത്, അതാണ് ഇവിടെ കാണിക്കുന്നത്. സെൻട്രൽ ഡിവൈസ് ഒന്നുമില്ല. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ അത് ഓരോ കമ്പ്യൂട്ടറും ആ നെറ്റ്വർക്കിലുള്ള മറ്റ് കമ്പ്യൂട്ടറായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ചിത്രം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിന് അല്ലേ, ലെഫ്റ്റ് കോർണറിൽ മോൾ ഭാഗത്തുള്ള കമ്പ്യൂട്ടറിന് മറ്റുള്ള കമ്പ്യൂട്ടറായിട്ട് എല്ലാത്തിനും നേരിട്ട് കണക്ഷൻ ഉണ്ടാവും. ഈ ഒരു വര കാണിക്കുന്നത് മറ്റുള്ള കമ്പ്യൂട്ടറിലേക്കുള്ള കണക്ഷനാണ്. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറും മറ്റുള്ള എല്ലാ കമ്പ്യൂട്ടറായിട്ടും കണക്റ്റഡ് ആയിരിക്കും. ശരിക്കും ഒരു മെഷായിട്ടാണ് ഇതിന് പറയുന്നത്. അതുകൊണ്ടാണ് മെഷ് ടോപ്പോളജി എന്നുള്ള പേരും പറഞ്ഞത്. ഫുള്ള് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. A mesh topology is a network setup where each computer and network device is interconnected with one another. Okay, each computer and network device is interconnected with another one. എല്ലാ കമ്പ്യൂട്ടറും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടാവും നേരിട്ട്. Mesh topology is the solution to the problem found in ring topology. In case of a single node failure, the rest of the system would be still functional. അതായത് നമ്മൾ റിംഗ് ടോപ്പോളജിയിലും ബസ് ടോപ്പോളജിയിലും ഏതെങ്കിലും ഒരു നോഡ് ഫെയിലിയർ ആയാൽ മറ്റുള്ളത് വർക്ക് ചെയ്യില്ലായിരുന്നു. പക്ഷേ മെഷ് ടോപ്പോളജിയിൽ ഇതിലേതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കേടായാലും മറ്റുള്ള കമ്പ്യൂട്ടറിലെ നെറ്റ്വർക്കിന് പ്രോബ്ലം ഉണ്ടാവില്ല. അവർക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഈസി ആയിട്ട് സാധിക്കും. അതാണ് പറയുന്നത് മെഷ് ടോപ്പോളജി ഈസ് ദ solution to the problem found in ring topology. In the case of a single node failure, the rest of the system would still be functional. ഒരു കമ്പ്യൂട്ടർ കേടായാലും ആ നെറ്റ്വർക്കിനകത്തുള്ള ഡാറ്റ ട്രാൻസ്ഫറിന് പ്രോബ്ലം ഒന്നുമില്ല. മറ്റുള്ള കമ്പ്യൂട്ടറിലെ ഡാറ്റ ട്രാൻസ്ഫറിന് പ്രോബ്ലം ഒന്നും വരില്ല. പിന്നെ സിൻസ് വൺ നോഡ് കണക്ട് വിത്ത് മെനി അതർ നോഡ്സ്, data is shared through any of the many paths available. Okay, ഇതിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടർ പരസ്പരം ബന്ധിപ്പിച്ചത് കൊണ്ട് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പാത്തിൽ വഴി ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. അതായത് അടുത്തടുത്തിരിക്കുന്ന രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള പാത്ത് ഏതാണോ അതായിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു പാത്ത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വളരെ തൊട്ടടുത്തുള്ള ഈസിയസ്റ്റ് ആയിട്ടുള്ള പാത്ത് വഴി
ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. അതിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കേടായി കഴിഞ്ഞാൽ മറ്റുള്ള കമ്പ്യൂട്ടർ തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. അതാണ് പറയുന്നത്, സിൻസ് വൺ നോഡ് കണക്ട് വിത്ത് മെനി അതർ നോഡ്സ് ഡാറ്റ ഈസ് ഷെയർഡ് ത്രൂ എനി ഓഫ് ദ മെനി പാത്ത്സ് അവൈലബിൾ. ഒരുപാട് വഴികളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു വഴി ഡാറ്റ ട്രാൻസ്ഫർ നടന്നോളൂ. ഓക്കെ, ഒരു പാത്ത് പോയി എന്ന് കരുതിയിട്ട് ഡാറ്റ കണക്റ്റ് ആവാതിരിക്കില്ല. കാരണം പല വഴികളുണ്ട് ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടി, പരസ്പരം കൂടുതൽ നോഡ് കണക്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, ദിസ് മേക്ക് മെഷ് അറേഞ്ച്മെൻറ്റ് എ സ്യൂട്ടബിൾ നെറ്റ്വർക്ക് ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫറിന് പ്രോബ്ലം വരാത്തത് കൊണ്ട് ഈ ഒരു മെഷ് ടോപ്പോളജി ഒരുപാട് കമ്പനികളിലും ബിസിനസ് സ്ഥാപനങ്ങളിലേക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താണ്? മുമ്പുള്ള റിംഗ് ടോപ്പോളജിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ഡാറ്റ ഒരു കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഫെയിൽ ആവില്ല. മറ്റുള്ള നെറ്റ്വർക്കിൽ ഉള്ള കമ്പ്യൂട്ടറിന് ഡാറ്റ കിട്ടിക്കോളും. A mesh topology in which all the nodes are connected is called full connectivity topology. ഒരു മെഷ് നെറ്റ്വർക്കിനകത്ത് എല്ലാ കമ്പ്യൂട്ടറും കണക്റ്റഡ് ആണെങ്കിൽ, എല്ലാ കമ്പ്യൂട്ടറും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മെഷ് ടോപ്പോളജീനെ പറയുന്ന പേരാണ് ഫുൾ കണക്ടിവിറ്റി ടോപ്പോളജി. ഓക്കെ, എല്ലാ കമ്പ്യൂട്ടറും കണക്റ്റഡ് ആണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത എല്ലാ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഫുൾ കണക്ടിവിറ്റി ടോപ്പോളജി എന്ന് പറയും. ആൻഡ് ദ മെഷ് ടോപ്പോളജി ഇൻ വിച്ച് ഓൺലി സം നോഡ്സ് ആർ കണക്റ്റഡ്, എല്ലാ നോഡുകളും കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർഷ്യൽ കണക്ടിവിറ്റി എന്ന് പറയും. അപ്പോൾ ഒരു മെഷ് ടോപ്പോളജിയിൽ തന്നെ എല്ലാ കമ്പ്യൂട്ടറും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ കണക്ടിവിറ്റി ടോപ്പോളജി എന്ന് പറയും. അതുപോലെ തന്നെ ഒരു മെഷ് ടോപ്പോളജിയിൽ ചില കമ്പ്യൂട്ടറുകൾ തമ്മിൽ മാത്രമേ ബന്ധിപ്പിച്ചിട്ടുള്ളൂ എങ്കിൽ അതിന് പാർഷ്യൽ കണക്ടിവിറ്റി ടോപ്പോളജി എന്നും പറയും. അഡ്വാൻറ്റേജസ് ഓഫ് മെഷ് ടോപ്പോളജി. Mesh topology increases the network flow and data can be shared faster. Mesh topology increases the network flow and data transfer can be shared faster. കാരണം ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈസിയസ്റ്റ് പാത്ത് ചൂസ് ചെയ്തോളൂ. ഓട്ടോമാറ്റിക് ഒരുപാട് പാത്ത് അവൈലബിൾ ആണ് അല്ലേ. It also records the lesser number of network breakage and system breakdowns. അപ്പോൾ ഈ നെറ്റ്വർക്ക്, അതായത് മെഷ് നെറ്റ്വർക്കിനകത്ത് മെഷ് ടോപ്പോളജിയിൽ നെറ്റ്വർക്ക് ഫെയിലിയർ കുറവാണ്. മറ്റുള്ള റിംഗ് ടോപ്പോളജി അല്ലെങ്കിൽ ബസ് ടോപ്പോളജി അപേക്ഷിച്ച് മെഷ് ടോപ്പോളജിയിൽ നെറ്റ്വർക്ക് ബ്രേക്കേജ് കുറവാണ്, അല്ലെങ്കിൽ സിസ്റ്റം ബ്രേക്ക് ഡൗൺ കുറവാണ്. Multiple paths are set up between workstations, so data is transferred through the direct path. ഓരോ വർക്ക് സ്റ്റേഷനും തമ്മിൽ പല രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ചിത്രത്തിൽ പല രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കമ്പ്യൂട്ടറും തമ്മിൽ, ഓരോ കമ്പ്യൂട്ടറും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ 1 നിന്ന് 4 കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോവാം അല്ലേ. 1 നിന്ന് 4 നേരിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഇൻ കേസ് ആ ഒരു കണക്ഷൻ കംപ്ലൈൻ്റ് ആണെങ്കിൽ 1 നിന്ന് 3 പോയിട്ട് അല്ലെങ്കിൽ 4 പോവാം. അങ്ങനെ ഈസിയസ്റ്റ് ആയിട്ടുള്ള പാത്ത് വഴി കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ.
multiple paths are set up between the workstation. So data is transferred to direct path. If one path has higher traffic, the data can be handled to choose the next shortest and fastest path. അപ്പോൾ ഒരു പാത്ത് വഴി ഡാറ്റ ഫ്ലോ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ട്രാഫിക് കൂടുതലാണെങ്കിൽ ഡാറ്റ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ട്രാഫിക് കുറഞ്ഞതും ഷോർട്ടസ്റ്റും ആയിട്ടുള്ള മറ്റൊരു പാത്ത് വഴി ഡാറ്റ ട്രാവൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മെഷ് ടോപ്പോളജിയിൽ ഡാറ്റ ട്രാൻസ്ഫർ ഫാസ്റ്റ് ആവുന്നത്. ഡിസഡ്വാൻറ്റേജ് ഓഫ് മെഷ് ടോപ്പോളജി: സിൻസ് all the nodes are connected to each other, each node act as a router to another node and so on. Hence the structure become delicate. ഓരോ കമ്പ്യൂട്ടറും മറ്റുള്ള എല്ലാ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് ചിലപ്പോൾ എല്ലാ നോഡും എല്ലാ കമ്പ്യൂട്ടറും മറ്റൊരു കമ്പ്യൂട്ടറിന് ഒരു റൗട്ടർ പോലെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, കൂടുതൽ ഡെലിക്കേറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത, അതായത് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കമ്പ്യൂട്ടറും പരസ്പരം കേബിൾ വഴി ബന്ധിപ്പിച്ചത് കൊണ്ട് ഓരോ കമ്പ്യൂട്ടറും ഒരു റൗട്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹെൻസ് ദ സ്ട്രക്ചർ ബിക്കം ഡെലിക്കേറ്റ് അത് പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ദിസ് വിൽ ഇൻക്രീസ് ദ പവർ കൺസപ്ഷൻ ടു ലാർജ് എക്സ്റ്റെൻറ്റ്. മെഷ് ടോപ്പോളജി നീഡ്സ് എ ലോട്ട് ഓഫ് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് റിക്വയർസ് ഗ്രേറ്റർ മെയിൻ്റനൻസ്. ഒരു മെഷ് ടോപ്പോളജി ഒരു റിംഗ് ടോപ്പോളജി അല്ലെങ്കിൽ ബസ് ടോപ്പോളജി അപേക്ഷിച്ച് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നതും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കൂടുതലുള്ളതുമാണ് മെഷ് ടോപ്പോളജി. ഇതൊക്കെ റിംഗ് ടോപ്പോളജിനെയും ബസ് ടോപ്പോളജിനെയും അപേക്ഷിച്ചാണ് പറയുന്നത് കേട്ടോ. ഓരോ ടോപ്പോളജിയും അതിൻ്റെ ബാക്കിലുള്ള പ്രീവിയസ് ടോപ്പോളജിനെ അപേക്ഷിച്ചാണ് പറയുന്നത്. ഡ്യൂ ടു മെനി ലിങ്ക്സ് ഹൈ നെറ്റ്വർക്ക് ലേറ്റൻസി മേ ബി ആൻ ഇഷ്യൂ. ഒരുപാട് കണക്ഷൻസ് ഉള്ളത് കൊണ്ട് നെറ്റ്വർക്ക് സ്പീഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. നെറ്റ്വർക്ക് കൂടുതൽ ലിങ്ക് ഉള്ളത് കൊണ്ട് ഒരു ബെനിഫിറ്റ് എന്താണ്, ഒരു ബ്രേക്ക്, അതായത് ഒരു ലിങ്ക് ബ്രേക്ക് ആയി കഴിഞ്ഞാലും ഡാറ്റ ഫ്ലോ നടക്കും. അതുകൊണ്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, കൂടുതൽ ലിങ്കുകൾ ഉള്ളത് കൊണ്ട് നെറ്റ്വർക്ക് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ് ഞാൻ നെക്സ്റ്റ് ഡേ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഞാൻ അടുത്ത ക്ലാസ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.